ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ബിരിയാണി നമ്മൾ ഫസ്റ്റ് തന്നെ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് പുതിനയില പുതിനയിലയും കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചിയും കൂടെ ചതച്ച് നല്ലപോലെ ചതച്ചിട്ടുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനുശേഷം നമുക്ക് അതിലേക്ക് സാമ്പാർ നല്ലപോലെ ഇളക്കി വഴട്ടിയെടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് വഴറ്റിയെടുക്കുന്നത്. പിന്നെ ഇത് നമ്മൾ കൊഞ്ച് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാലയും ഉപ്പും ചേർത്ത് നല്ലവണ്ണം വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇത് 3/4 കിലോ കൊഞ്ചാണ്. പിന്നെ പുതിനയില എടുത്ത് വെച്ചിട്ടുണ്ട്. പുതിനയില നമ്മൾ വീട്ടിലുണ്ടായതാണ്, അതുകൊണ്ടാണ് ഇത്രയും വലിയ ഇല. അപ്പം അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കൊഞ്ചിന് മസാല ഉണ്ടാക്കി, അപ്പൊ കുറച്ച് മസാല ബാക്കി വന്നിട്ടുണ്ട്. അപ്പൊ ആ മസാല കുറച്ചിട്ടിട്ടുണ്ട്. കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വടിച്ചിട്ടിട്ടുണ്ട് കുറച്ച്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഏകദേശം 1/2 സ്പൂണാണ് മല്ലിപ്പൊടി ഇട്ടിരുന്നത്. ഒരു വലിയ സ്പൂൺ ആയിരിക്കും. അപ്പൊ 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ നമ്മൾ നേരത്തെ ചേർത്ത മസാലേന്റെ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. മുളക് ചതച്ചത് കൊണ്ട് നമ്മൾ മുളകും കൂടെയാണ്, പച്ചമുളകും കൂടെയാണ് ചേർക്കുന്നത്. നമുക്ക് ഇനി മുളകിന്റെ ആവശ്യമില്ല. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി വേണം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഒരു കുഞ്ഞു സ്പൂണിന് 2 സ്പൂൺ, ഒരു കുഞ്ഞു സ്പൂണിന് 2 സ്പൂൺ ചെറുതാണ്. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി നല്ലോണം യോജിപ്പിച്ചിട്ട് നമുക്ക് കരിഞ്ഞു പോകാൻ പാടില്ല. അത് ജസ്റ്റ് ഒന്ന് നല്ലോണം കുറച്ച് പെരിഞ്ചീരകം അതിന്റെ വറുക്കൊക്കെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് മറ്റേ ഇഞ്ചിയൊക്കെ ഇടുന്നു. ഇഞ്ചി പച്ചമുളകൊക്കെ ചതയ്ക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ നല്ലോണം ഇളക്കി എടുക്കുന്നുണ്ട്. ഇളക്കി മസാല ഇട്ടത് മുഴുപ്പ് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് നമ്മൾ തക്കാളി 3 മീഡിയം സൈസിലെ തക്കാളിയാണ് ചേർക്കുന്നത്. അത് നല്ലോണം ഇച്ചിരി ചെറുതായിട്ടായിട്ട് നമ്മളത് തക്കാളി ചേർത്ത് നല്ലോണം തക്കാളി എല്ലാം ഉടഞ്ഞു വരണം. അപ്പൊ നമുക്ക് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് കുറവാണ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. നമുക്ക് ഉപ്പും കുറച്ച് ചേർക്കാം. കൊഞ്ചിനകത്ത് ഓൾറെഡി ഉപ്പുണ്ട്, അതനുസരിച്ച് നമ്മൾ ഉപ്പിടാൻ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ചേർക്കണം. അത് ഉണ്ടെങ്കിൽ ചേർക്കാം, അതുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് തൈര് ചേർക്കാം. തക്കാളി നല്ലോണം ഉടഞ്ഞതിന് ശേഷം മാത്രമേ തൈര് ചേർക്കാവുള്ളൂ. ഇപ്പൊ ഇച്ചിരി ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർക്കാം. 2 സ്പൂൺ തൈര് ഉണ്ട്. ഇനി നമുക്ക് നല്ലോണം ഇളക്കാം. തൈരിന്റെ കുറച്ച് ഇച്ചിരി പുളി നല്ല ടേസ്റ്റ് ഒക്കെ കിട്ടും. അപ്പൊ അത് ഉണ്ടെങ്കിൽ തീർച്ചയായും ചേർക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അതായത് ഉണ്ടെങ്കിൽ ചേർക്കുക. നല്ലോണം ചേർത്ത് നല്ലോണം ഇളക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഫ്ലേവറാണ്. വീണ്ടും നമ്മൾ ഉപ്പ് ഇട്ടിട്ട് കൊണ്ടുവന്ന് നോക്കി. അപ്പൊ നമുക്ക് ഉപ്പെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ലോണം ഇളക്കി നല്ലോണം ആ തക്കാളി എല്ലാം ഇച്ചിരി കൂടെ ഉടയാനുണ്ട്. അപ്പൊ ഉടഞ്ഞു ശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് എണ്ണ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ കുറച്ച് കോരി എടുത്തിട്ടുണ്ടായിരുന്നു. ആ എണ്ണയും കൂടെ ചേർത്തതിന് ശേഷം കുറച്ച് കൊഞ്ച് നമ്മൾ വറുത്തെടുത്തത് അതും കൂടെ കുറച്ച് ചേർത്തു. എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് അതിനകത്ത് കുറച്ച് എണ്ണയും വെള്ളവും ഒക്കെ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പറ്റിക്കിടണം. എണ്ണ തെളിഞ്ഞു വേണം. അപ്പം എണ്ണ തെളിഞ്ഞു വരുന്നവരെ എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ എണ്ണ, അത് കണ്ടോ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ അത് നല്ലോണം തെളിഞ്ഞു വരട്ടെ. നമ്മൾ അപ്പുറത്തെ അടുപ്പിലോട്ട് നമുക്കത് ജസ്റ്റ് എണ്ണയെല്ലാം തെളിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സിമ്മിലാണ് ഇട്ടേക്കുന്നത്. അപ്പൊ അത് നമുക്ക് കുറച്ച് നെയ്യാണിത്. നെയ്യുടെ ടിന്ന് ഇങ്ങനെ 1000 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിയതാണ്. 1 ലിറ്റർ അല്ലേ.
1 ലിറ്റർ നെയ്യ്. അപ്പം അത് തീരാറായി, കുറേ നാളായി വാങ്ങിച്ചിട്ട്. അപ്പം അതിനിങ്ങനെ ഇവിടെ നെയ്യ് കുറേ ആവശ്യം വരും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഗ്യാസിൻ്റെ അടുപ്പത്ത് കൊണ്ടുവച്ചിട്ട് ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഉണ്ടാക്കിയ നെയ്യില്ലേ, അത് നമ്മൾ മേടിച്ചതാണ് 1000 രൂപയ്ക്ക്. അത് നമുക്ക് നെയ്യും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലുമാണ് ചേർത്തത്. അത് നല്ലപോലെ ഇത് ഉരുകി വരുമ്പോൾ ഉരുകിയിട്ട് എടുക്കണം. സിമ്മിലിട്ടിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പാണ്, ആവശ്യത്തിനനുസരിച്ചുള്ള അണ്ടിപ്പരിപ്പ് വറുക്കാം. പിന്നെ മുന്തിരിയാണ് വേണ്ടത്. ഇത് നമുക്ക് അച്ഛൻ അവിടെ ഗൾഫിൽ നിന്ന് കുവൈറ്റിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കണ്ടോ, ഇത് കുറേ ഉണ്ടായിരുന്നു. ഇങ്ങനെ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ എടുത്തെടുത്ത് തീർയാറായി, കുറച്ചേ ഉള്ളൂ. അത് കുറേ ഇടും, കാരണം എൻ്റെ ഫേവറേറ്റ് ആണ് മുന്തിരി. ബിരിയാണിക്കകത്ത് നിന്നൊക്കെ പിറക്കത്തില്ല, എരിഞ്ഞ് ഇരിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഇടയ്ക്കൊന്ന് മുന്തിരി കിട്ടുമ്പോൾ കഴിക്കും. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞു മുന്തിരി, അപ്പോൾ കുറേ ഇടണം. അപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പ് നല്ലോണം മൂത്ത് വരുന്നുണ്ട്. ഇത് നമ്മൾ കുറേ മുന്തിരി ഇട്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, കുറേ മുന്തിരി ഇട്ടു കേട്ടോ. അപ്പം അതിന് ഞാൻ കുറച്ചെടുത്തു. നല്ലോണം വറുത്ത് വരുന്നുണ്ട്, നല്ലോണം പൊന്തി വരുന്നുണ്ട്. കുഞ്ഞു മുന്തിരിയാണ്, അതുകൊണ്ടാണ് ഇത്രയും മുന്തിരി ഇട്ടത്. അതുപോലെ എനിക്ക് മുന്തിരി ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്ക് വറുത്ത മുന്തിരി ഇനി കോരി എടുക്കാം. കോരി എടുക്കുന്നുണ്ട്. വറുക്കുമ്പോൾ ഉള്ള പൊന്തിച്ചിടുന്നുണ്ട്, ഇപ്പൊ ചുരുങ്ങി പോവാണ്. നമ്മൾ മൊത്തം വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ സവോള വറുത്തെടുക്കണം. ഒട്ടും കട്ടിയില്ലാതെ അരിഞ്ഞെടുത്ത സവാള നല്ലോണം ഇങ്ങനെ വറുത്തെടുക്കണം. അപ്പൊ ഇതേ കൊഞ്ചിത്തെ എണ്ണയെല്ലാം നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നല്ലോണം ഇതാക്കി നല്ലോണം നമ്മുടെ എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. നല്ലോണം തക്കാളി എല്ലാം ഒതുങ്ങി മസാല കുറച്ചുകൂടെ കൊഞ്ചിലേക്ക് പിടിച്ചിട്ടുണ്ട്. എന്തോ കുറച്ച് നമുക്ക് ഇച്ചിരി എണ്ണയിലുണ്ട്, അത് നല്ലോണം പറ്റിച്ചെടുക്കണം. ഉപ്പൊക്കെ നോക്കാം. നല്ല എണ്ണ. തക്കാളി ചേർത്തിട്ടും പുളി ഇച്ചിരി കുറവുണ്ട്. അപ്പൊ നമുക്ക് അതുകൊണ്ട് കുറച്ച് ഇച്ചിരി വിനാഗിരി സുർക്ക എന്നൊക്കെ പറയുന്ന സാധനം ചേർത്തു. അപ്പൊ നമ്മുടെ സവോള ഇവിടെ വറുത്തോണ്ടിരിക്കുകയാണ്. കണ്ടോ, ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത്. അപ്പൊ അതാണ് അതിനകത്ത് തന്നെ ഇട്ടിട്ട് കുറച്ച് എണ്ണ ഇട്ടിട്ട് നല്ലോണം വറുക്കാം. ഇത് ഉള്ളെല്ലാം നല്ലോണം വറുത്തെടുക്കണം. അപ്പൊ തീ കൂട്ടിയാണ് ഇപ്പൊ ഇട്ടേക്കുന്നത്. അപ്പൊ ഒന്ന് പെട്ടെന്ന് വളർത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഉപ്പിന്റെ കുറവുള്ളതുകൊണ്ട് നമ്മൾ ഈ മസാലയൊക്കെ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്, നമുക്കിത് ഇളക്കി കൊടുക്കണം. ഇനി ഈ എണ്ണ തെളിഞ്ഞ് നല്ലോണം തെളിയണം, കുറച്ചും കൂടെ തെളിയാനുണ്ട്. അപ്പൊ എണ്ണ നല്ലോണം തെളിഞ്ഞിട്ട് വരണം. ഉപ്പിട്ടിട്ടുണ്ട് കുറച്ചുകൂടെ, അപ്പൊ അത് നല്ലോണം ഇളക്കണം. എന്നിട്ട് ഈ എണ്ണ തെളിഞ്ഞ് വരണം. ഇതിനൊക്കെ പച്ച കളറായിട്ട് കിടക്കുന്ന മല്ലിയിലയല്ല, പുതിനയിലയാണ്. പുതിനയില കുറച്ച് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്, മല്ലിയില കേട്ടോ. അതുകൊണ്ടാണ് മല്ലിയില ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് നമുക്ക് വീണ്ടും അടച്ചു വെച്ച്. പിന്നെ നമ്മുടെ സവോള ഇച്ചിരി അത്യാവശ്യം ഇങ്ങനെ വാടിയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് മൊത്തം വഴറ്റണം. ഈ സമയം കൊണ്ട് നമുക്കിങ്ങനെ എല്ലാം ഇങ്ങനെ അരിഞ്ഞെടുക്കണം. ഈ ഇതും കൂടെ ഉണ്ട്, ഇത് മൊത്തം ഇങ്ങനെ അരിഞ്ഞെടുക്കണം. അതാ പുതിനയില നല്ലോണം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വരച്ച ഇത് രണ്ടുമാണ് നമുക്ക് ലാസ്റ്റ് ലെയർ ആക്കുമ്പോൾ ഇടാനായിട്ടുള്ളത്. ഇതാണ് നമ്മൾ കുറച്ച് മസാലയും ഗ്രേവിയും എല്ലാം കൂടെ ആയിട്ടാണ് മാറ്റി വെക്കുന്നത്. എണ്ണ നല്ലോണം കിടന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഒഴിച്ച എണ്ണ മൊത്തം ഉണ്ട് അതിനകത്തോട്ട്. കുറച്ച് നമ്മളിങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. ഇത്രയും എണ്ണത്തോളം ബാക്കി വരുന്നുണ്ട്. നല്ലോണം തെളിഞ്ഞു വരുന്നതാണ് ഇത്. ഈ എണ്ണ നമുക്കിനി കോരി മാറ്റണം. നമ്മൾ സവോള എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച്
പെരിഞ്ചീരകം ചേർത്തിട്ടുണ്ട്, ബീ ലീഫും ചേർത്തു. പിന്നെ ഇതേ നമ്മൾ വറുത്ത ഈ ഒരു പരുവത്തിന് വറുത്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് കുരുമുളകും ചേർക്കുന്നുണ്ട്. ഏലക്കായും ചേർക്കാം നമുക്ക് കേട്ടോ. ഏലക്കായും ചേർത്തിട്ട് ഈ ബീ ലീഫും ഏലക്കായും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും ചേർത്തിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം. കുറച്ച് പിന്നെ ഏലക്കാതെ നമ്മളെ ഏലക്ക ഇവിടെ ഉണ്ടായ ഏലക്കയാണ്, അതും ചേർത്തു. നമുക്ക് നല്ലോണം അങ്ങനെ വട്ടിയെടുക്കാം. നമ്മൾ നേരത്തെ ചതച്ച പച്ചമുളക് ഉരുക്കിയുടെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മുടെ കൊഞ്ചിന്റെ മസാലയിലേക്ക് ചേർത്തില്ലേ, അതിന് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതേ ചേർത്തിട്ടുണ്ട്. അതും കുറച്ച് പുതിനയിലല്ലാത്ത പച്ച ഇലക്കാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് നല്ലോണം മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അതെല്ലാം മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ അരി നമ്മൾ നേരത്തെ കുതിർത്തായിട്ടത് കഴുകി വാരി ഇട്ട് കൊടുക്കാം. എല്ലാം കൊണ്ട് നല്ലോണം കുറച്ചരിയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർക്കാവുന്നതാണ്. പിന്നെ നമുക്ക് അരി വേകാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ്, മുമ്പ് കഴിക്കിയത് ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് കട്ടയായിക്കൊണ്ടിരിക്കും. ഉപ്പ് കൂടെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ലപോലെ നമ്മൾ ഇളക്കണം. ഇനി നമ്മൾ തിളപ്പിച്ച നല്ല ചൂട് വെള്ളമാണ് ചേർക്കുന്നത്. ചൂടുവെള്ളം, അതായത് നമ്മൾ എടുത്തേക്കുന്ന 2 ഗ്ലാസ് അരിയാണ്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം. ഈ ഗ്ലാസ്സിലാണ് നമ്മൾ 2 ഗ്ലാസ് അരി എടുത്തത്. അപ്പോൾ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിക്ക് ഈ 4 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇതേ നമ്മൾ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം, അതായത് വെള്ളം പൊന്തി നിന്നിട്ട് അരി താഴെ കിടക്കണം, കുറച്ച് മുങ്ങി നിൽക്കണം. അപ്പോൾ അത് നമുക്ക് അടച്ചു വെക്കും, എന്നിട്ട് വെന്ത് വരട്ടെ കേട്ടോ. നമ്മൾ ഇതിൻ്റെ എണ്ണ കോരി മാറ്റിയിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് ഇനി അതിൻ്റെ എണ്ണ കോരി മാറ്റാം. നല്ലോണം എല്ലാം നല്ല ഇതായിട്ടുണ്ട്. നമുക്ക് എണ്ണ നല്ലോണം കോരി മാറ്റാം. കണ്ടോ, കുറച്ച് കോരി മാറ്റാം. അതിനകത്ത് എണ്ണ നല്ലോണം തെളിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ബാക്കി വന്ന എണ്ണ കണ്ടോ, കുറച്ച് എണ്ണ ബാക്കി വന്നുള്ളൂ. അപ്പം അത് നല്ലോണം കോരി മാറ്റാം. കണ്ടോ, എല്ലാ എണ്ണയും കോരി മാറ്റിയപ്പോൾ ഇത്രയും എണ്ണയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്ര എണ്ണയുണ്ട് നമുക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ ഇത് ഈ മസാല തന്നെ നമുക്ക് നല്ല പൂരി ചപ്പാത്തി ഒക്കെ ഉണ്ടെങ്കിൽ അതിനും നല്ലതാണ്. അപ്പം ഞാൻ കുറച്ച് ഈ ഒരു മസാലയും പിന്നെ പൂരിയും കൂടെ കഴിക്കാൻ വിചാരിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നോക്കട്ടെ. അപ്പം ഞങ്ങൾ കഴിച്ചൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗ്രേവിയും ആ ഒരു പൂരിയും നല്ല ചെറിയ പൂരിയല്ലേ, അപ്പം അതിനനുസരിച്ച് ഉള്ള ഞാനത് വഴിയെ കഴിക്കട്ടെ. അപ്പൊ നമുക്കിത് നമ്മുടെ അരിയെല്ലാം വെന്തു. പിന്നെ നമ്മുടെ അരി വെന്തതുകൊണ്ട് നമുക്ക് കുറച്ച് മാറ്റിയേക്കാം. കുറച്ച് മാറ്റാം. ഫസ്റ്റ് അതിൻ്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രേവി അല്ലേ വെക്കണ്ടേ, അടിയിൽ ഗ്രേവി വെക്കണം. കുറച്ച് നമ്മൾ അരി അതിൻ്റെ അടിയിൽ ഇടണം കേട്ടോ. അപ്പം കുറച്ച് അരി ഇട്ടിട്ടുള്ള അതിൻ്റെ അടിയിൽ, എന്നിട്ട് നമ്മൾ നമ്മുടെ ഗ്രേവി ഒരു ഇച്ചിരി കൂടി ഇടണം. ഈ സൈഡിൽ ഇതുണ്ട്, ഇവിടെ മൊത്തം കൊഞ്ചാം, അത് കൊഞ്ച് കൂടുതലാക്കി ഇതിനകത്ത് ഇട്ടു. അപ്പൊ ഇനി നമുക്ക് ഇതുണ്ട് എല്ലാ ഭാഗത്തോട്ടും ആക്കി. ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ, സ്പൈസസ് അല്ല, നമ്മൾ പുതിനയില അരിഞ്ഞു വെച്ചത് ഇട്ടു. നമ്മള് നേരത്തെ വറുത്ത് വെച്ചത് എല്ലാം കൂടെ മിക്സ് ചെയ്തു. എന്നിട്ട് അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുക്കണം. നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓയില്, അതായത് വറ്റിയപ്പോൾ വന്ന ഓയില് കുറച്ചൊഴിക്കാം. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സെക്കൻഡ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റൈസ് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു ആദ്യമത്തേൻ്റെ. അപ്പം അത് മൊത്തം ഇങ്ങനെ ഇട്ടു. അതെല്ലാം വശത്തോട്ടും ഇങ്ങനെ ലെവൽ ചെയ്യണം. എല്ലാ വശത്തോട്ടും ലെവൽ ചെയ്യാം.
എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റിയിട്ടുള്ള ഓയില് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ഒഴിച്ചു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു കൊഞ്ചിന് അണ്ടിപ്പരിപ്പും മുന്തിരിയും ബാക്കിയും കൂടെ ഉള്ളത് മൊത്തം ഇട്ടു. അപ്പൊ ഇനി ഇതൊരു ദമ്മിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അടച്ചു വെച്ചു.